ടോപ്പിക്കിലേക്ക് പോകും. ഓക്കെ, സ്ട്രെയിൻ എനർജി. Okay, so we'll start with strain energy. Strain energy of linear elastic deformation. Strain energy of linear elastic deformation. Linear elastic deformation. Okay. ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം എന്താണ് സ്ട്രെയിൻ എനർജി എന്നാണ്. എന്തായിരിക്കും സ്ട്രെയിൻ എനർജി? എന്താണ് നിങ്ങളുടെ ഗസ് വെച്ചിട്ട് എന്തായിരിക്കും സ്ട്രെയിൻ എനർജി? വാട്ട് ഈസ് സ്ട്രെയിൻ എനർജി? എന്തായാലും പറഞ്ഞോ, തെറ്റോ കുഴപ്പമില്ല. സ്ട്രെയിൻ എനർജി. സ്ട്രെയിൻ ഉണ്ടാകാൻ കൊടുക്കേണ്ട എനർജിയാണ്. സ്ട്രെയിൻ ഉണ്ടാവാൻ കൊടുക്കേണ്ട എനർജി. ഓക്കെ, അത് നല്ലൊരു ഗസ്സാണ്. വേറെ എന്തെങ്കിലും? സ്ട്രെയിൻ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കേണ്ട എനർജി. യെസ്, ഓക്കെ, ഗുഡ്. വേറെ എന്തെങ്കിലും? സ്ട്രെയിനിനെ കൊണ്ടുണ്ടായ എനർജി. സ്ട്രെയിനിനെ കൊണ്ടുണ്ടാവുന്ന എനർജി അല്ലെ? ഓക്കെ, അതും നല്ലൊരു ഗസ്സാണ്. റൈറ്റ്. ഓക്കെ, സോ സ്ട്രെയിൻ എനർജിനെ നിങ്ങൾ പറഞ്ഞത് ഏതാണ്ട് കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് എഞ്ചിനീയറിംഗ് ടേംസിലേക്ക് വരാം. നമുക്ക് എക്സാക്ട് ആയിട്ട് പറയണം അല്ലെ, എന്താണ് സ്ട്രെയിൻ എനർജി? ആക്ച്വലി the strain energy is the energy stored inside a body. Energy stored in a body during deformation. Okay, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പിന്നെ ബീമിനെ പിടിച്ചിട്ട് വലിക്കാൻ നേരിക്കും. അങ്ങനെ ആക്സിലി നമ്മൾ അതിനൊരു ലോഡ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഒരു ബീം എടുത്തിട്ട് ഇഫ് ഐ അപ്ലൈങ് എ ലോഡ്, ഒരു ഫിക്സ്ഡ് ബീം ആണെങ്കിൽ അപ്ലൈങ് ലോഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ഡീഫോം ചെയ്യും അല്ലെ? ഇതുപോലെ ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇത് നമ്മളിവിടെ ലോഡ് കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്ന എനർജി ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻസൈഡ് ദിസ് ബോഡി. ഓക്കെ, ഇനി ഇഫ് ഇറ്റ് ഇസ് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. എങ്ങനെയാണ് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരുന്നത്? ആ സ്റ്റോർ ചെയ്ത എനർജിനെ റിലീസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് ആക്ച്വലി ദ എനർജി ദാറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ എ ബോഡി ഡ്യൂറിങ് ഡീഫോർമേഷൻ. ഓക്കെ, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം കൂടി ഉണ്ട്. നിങ്ങൾ ഇമ്പാക്ട് ടെസ്റ്റ് ലാബില്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ലാബില് ഒരു ഇമ്പാക്ട് ടെസ്റ്റ് ഉണ്ട്. അതിന്റെ നിങ്ങൾക്ക് വൈവ് എന്ത് കഴിഞ്ഞു? ഇമ്പാക്ട് ടെസ്റ്റിന്റെ കഴിഞ്ഞോ? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ലാബിൽ ഇപ്പോ യെസ് ഇല്ല. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ലാബ് കേട്ടിട്ടില്ലേ? യെസ്, ഇമ്പാക്ട് ടെസ്റ്റ് കേട്ടിട്ടുണ്ടോ ഇല്ലയോ? ഇമ്പാക്ട് ടെസ്റ്റ് കേട്ടിട്ടുണ്ട് അല്ലെ? അതിൽ നിങ്ങൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഇമ്പാക്ട് ടെസ്റ്റ് വായിച്ചിട്ടുണ്ടാവല്ലേ? ഇമ്പാക്ട് ടെസ്റ്റ് എന്തായിരുന്നു? വേറെ ഒരാൾക്ക് പറയാം. എന്തായിരുന്നു? പറഞ്ഞോ. പറഞ്ഞോ. അടിക്കുന്നല്ലേ? എന്തടിക്കുന്നത്? എങ്ങനെയായിരുന്നു? എന്റെ ഇതൊക്കെ നിങ്ങൾ വീഡിയോ ഒന്നും കണ്ടില്ല അല്ലേ? എന്താ സംഭവിക്കുന്നത്? അതിലൊരു പിന്നെ ഒരു ലോഡ് വന്നിട്ട് അതിനെ അടിച്ച് പൊട്ടിച്ചിട്ട് അങ്ങ് പോകും അല്ലെ? ശരിയല്ലേ? അവിടെ നിങ്ങൾ മെറ്റീരിയലിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് കണ്ടുപിടിച്ചത്? എന്തായിരുന്നു നിങ്ങളാണ്? സ്ട്രെങ്ത് അല്ല. ഒന്നുകൂടെ പറ, ഒരു പക്ഷെ കേൾക്കുന്നില്ല. ബ്രിട്ടിൽനെസ് അല്ല.
Anything else? ടഫ്നെസ് യെസ്, എന്താ കാണുന്നത്? ടഫ്നെസ് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ? സോ ആക്ച്വലി നിങ്ങൾ അവിടെ ചെയ്ത എക്സ്പെരിമെന്റ് ഇറ്റ് ഹാസ് ടു ഡു സംതിങ് വിത്ത് ദ സ്ട്രെയിൻ എനർജി. ഓക്കെ, നമ്മൾ ഏതൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നില്ല ശരിയല്ലേ, പക്ഷെ നോർമലി നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് എന്താണ് ചെയ്യുന്നത്, എന്താണ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും ഒരു ധാരണ ഉണ്ടാവാറുള്ളത് നമ്മൾ തന്നെ ശ്രദ്ധിച്ചത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നോക്കണം എന്താണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇമ്പാക്ട് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് ഏതാണ്ട് ഇതുപോലെയാണ് അല്ലെ? നിങ്ങൾക്ക് ഒരു സാധനം ഉണ്ടാവും. ഓക്കെ, ഒരു 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 സപ്പോർട്ട് ഉണ്ടാവും. ഈ സപ്പോർട്ടിന്റെ മുകളിൽ ഇതേപോലെ ഒരു വെയിറ്റ് അറ്റാച്ച് ചെയ്ത ഒരു സെറ്റപ്പ് ഉണ്ടാവും അല്ലെ? താഴെ നമ്മൾ ഐസോ ടെസ്റ്റോ ചാർട്ട് ടെസ്റ്റോ ആണെങ്കിൽ ഇവിടെ ഒരു സ്പെസിമെൻ വെക്കും. റൈറ്റ്, ഇനി ഇവിടെ എന്ത് ചെയ്യും? ഇതങ്ങ് റിലീസ് ചെയ്യുമ്പോൾ ഇത് ഈ ഹാമർ സ്ട്രോങ് ആയിട്ട് അതിനെ അടിച്ച് പൊട്ടിച്ച് ഈ ഹാമർ ഏതാണ്ട് ഈ ലെങ്ത്തിലേക്ക് പോകും അല്ലെ? ഇതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഈ ഹാമറിനൊന്ന് ഫ്രീ ആയിട്ട് വിടും അല്ലെ? ഇവിടെ ഒന്നും വെക്കാതെ നമ്മൾ ഫ്രീ ആയിട്ട് വിടും. അപ്പൊ ഫ്രീ ആയിട്ട് വിടുന്ന സമയത്ത് ഹാമർ ഏതാണ്ട് ഇത്രയും ഡിസ്റ്റൻസ് വരെ ട്രാവൽ ചെയ്ത് വിചാരിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ സോറി ഓക്കെ, ഹാമർ ഏതാണ്ട് ഇതുവരെ ട്രാവൽ ചെയ്ത് വിചാരിക്കാം. ഓക്കെ, സ്പെസിമെൻ വെച്ചപ്പോ ഹാമർ ട്രാവൽ ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് വരെ മാത്രം. ഓക്കെ, ഇനീഷ്യലി ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. സോ ഇവിടെ ഒരു സ്പെസിമെൻ ഇല്ലായിരുന്നെങ്കിൽ ഇതിന് ഇത്രയും വരെ ട്രാവൽ ചെയ്യാമായിരുന്നു അല്ലെ? പക്ഷെ ഒരു സ്പെസിമെൻ വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഹാമറിന്റെ കുറച്ച് എനർജി എന്ത് ചെയ്യുന്നു? ഇത് ഈ സ്പെസിമെനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ? ആ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്പെസിമെൻ പൊട്ടുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഈ ഹാമറിന് പിന്നെ അത്ര എനർജി ഉള്ളൂ, പഴയ പൊസിഷൻ വരെ പോകാനുള്ള എനർജി ഇല്ല. അതുകൊണ്ട് തന്നെ ഹാമർ ഇത്രയും ഡിസ്റ്റൻസ് മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ അല്ലെ? ഇത്രേ ട്രാവൽ ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ ദർ ഇസ് എ ഗ്യാപ്പ് അല്ലെ? ഈ ഡിഫറൻസ് ആണ് ഇതിന്റെ അകത്ത് സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി. ഓക്കെ, ഇതാണ് നിങ്ങളിവിടെ കണ്ടുപിടിക്കുന്നത് അല്ലെ? സോ ആക്ച്വലി നിങ്ങളിവിടെ കണ്ടുപിടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമ്പാക്ട് ടെസ്റ്റ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ആക്ച്വലി ദ സ്ട്രെയിൻ എനർജി stored in a material just before fracture അല്ലെ? മെറ്റീരിയൽ പൊട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് വരെ അതിൽ എത്രത്തോളം സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ കാണുന്നത് അല്ലെ? അത്രയും സ്ട്രെയിൻ എനർജി ഇത് സ്റ്റോർ ചെയ്തിട്ട് ബാക്കിയുള്ള എനർജിയിലാണ് ഇത് ഇത്ര ട്രാവൽ ചെയ്യുന്നത്. റൈറ്റ്, സോ ദിസ് ഈസ് ആക്ച്വലി കോൾഡ് the toughness of the material. Okay, so toughness has something to do with the strain energy. Right, the strain energy that is stored in the material just before fracture is called the toughness of the material. Okay, ഇനി ഇതിന് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആയിട്ട് ചെറിയൊരു ബന്ധം കൂടിയുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ UTM നിങ്ങൾ അതും ചെയ്തിട്ടുണ്ടാവും അല്ലെ? ശ്രദ്ധ ചെയ്തിട്ടുണ്ടാവും. യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനിൽ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ കർവ് വരച്ചത്. നേരെ മറിച്ച് നമ്മൾ ലോഡ് വേഴ്സസ് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഡീഫോർമേഷൻ കർവാണ് വരയ്ക്കുന്നെങ്കിൽ ലോഡ് വേഴ്സസ് ഡിഫോർമേഷൻ കർവ് വരച്ചാൽ ഇതേപോലെ തന്നെ വരും, സെയിം സാധനം തന്നെ വരും. ഓക്കെ, ഇതുപോലെ തന്നെ സെയിം കർവ് വരും. അതേപോലെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണെങ്കിലും ഇതേ സാധനം തന്നെ നമുക്ക് കിട്ടും. സ്ട്രെസ് സ്ട്രെയിൻ കർവ്, സിഗ്മ ഇസ് ദ സ്ട്രെസ് ആൻഡ് എപ്സിലോൺ ഇസ് ദ സ്ട്രെയിൻ. ഓക്കെ, സെയിം വേരിയേഷൻ തന്നെയാണ്. ഓക്കെ, വാല്യൂസിന് മാത്രം ചേഞ്ച് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ see the area of this load deformation curve, മൊത്തം area of this load deformation curve is actually the toughness. Okay, ഈ complete area എന്ന് പറയുന്നത് ഈ area of this stress strain curve is actually the strain energy stored. Sorry, the area of the load deformation curve is the strain energy that is stored. Okay, or that is called the toughness. Okay, now stress strain curve in the area എടുക്കുകയാണെങ്കിൽ it is actually the strain energy density. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ strain energy stress strain curve ന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് strain energy density കിട്ടും. Okay, or strain energy stored per unit volume. Okay, if you take the area of this stress strain curve. Okay, so ഇത്രയാണ് ബേസിക് സ്ട്രെയിൻ എനർജിന്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, സ്ട്രെയിൻ എനർജി എന്ന് പറയുമ്പോൾ the area of the stress strain load deformation curve will give you the toughness അല്ലെങ്കിൽ strain energy that is stored in the material. Okay,
അപ്പൊ ഇത്രയും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, സ്ട്രെയിൻ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എനർജി ദാറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദ മെറ്റീരിയൽ ജസ്റ്റ് ബിഫോർ ഡിഫോർമേഷൻ ഇസ് ദ സ്ട്രെയിൻ എനർജി. നമുക്ക് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ വരും നോക്കാം. ഓക്കെ, നമുക്ക് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാം. ഇതെങ്ങനെയാണ് ഈ കർവിന്റെ ഏരിയ ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ പ്രൂവ് ചെയ്ത് വരാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. Now, so for that, so we'll go with the strain energy of a linear elastic deformation. Okay, so for a linear elastic deformation, so for that, let us consider a beam. Okay, let us consider a beam or a bar which is subjected to an axial load P. Okay, നമ്മൾ ഏറ്റവും ബേസിക് കേസ് ലോഡ് ഒരു beam which is subjected to a axial load P. Okay, so after application of load, what happens is there will be a deformation, and let the deformation be delta L. Okay, let the length of this bar be L. L. Okay, ഇപ്പൊ ഞാൻ ഇതിന്റെ ഒരു ലോഡ് വേഴ്സസ് ഡീഫോർമേഷൻ കർവ് ഞാനിവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനിലെ ലോഡ് വേഴ്സസ് ഡീഫോർമേഷൻ കർവ് നോക്കാം. ഓക്കെ, സോ ഇതിന്റെ ഒരു ലോഡ് വേഴ്സസ് ഡീഫോർമേഷൻ വരച്ചാല്, സോ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ, സോ ബൈ എക്സ് ആക്സിസ് സോറി വൈ ആക്സിസ് യു ഹാവ് ദ ലോഡ് ആൻഡ് along y axis you have the deformation. Okay, deformation x, vx, and the load be f. Okay, പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെ വരാണ്. Now when the load is equal to 0, ലോഡേ അപ്ലൈ ചെയ്യുന്നില്ല, ലോഡ് അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ എന്തായിരിക്കും ഡീഫോർമേഷൻ? when the load is 0, ഡീഫോർമേഷൻ എന്തായിരിക്കും? ലോഡ് 0 ഈ ഒരു പോയിന്റിലാണെങ്കിൽ ഡീഫോർമേഷൻ എന്തായിരിക്കും? ഡീഫോർമേഷൻ ഉണ്ടാവോ? Deformation. No. When the applied load is 0, will there be a deformation? No. Yes, ഉണ്ടാവില്ല അല്ലെ? എന്താ ലോഡേ കൊടുക്കുന്നില്ല, പിന്നെ എന്ത് ഡീഫോർമേഷൻ ആണ്? അതെ. Now, when this applied load becomes P, ഓക്കെ, ഞാനിവിടെ കൊടുത്ത ലോഡ് ആദ്യം നമ്മളൊരു ഫോഴ്സ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാ? നമ്മളൊരു ഫോഴ്സ് ഒരു മെറ്റീരിയൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന എവിടെയാണ്? സീറോന്ന് പതുക്കെ കൂടി 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 പിയിലെത്തി അല്ലെ? നമ്മൾ ആദ്യം പിടിക്കുന്ന സമയത്ത് ജസ്റ്റ് പിടിച്ചു, ലോഡ് വലിക്കാൻ തുടങ്ങി, വലിക്കുമ്പോൾ ആദ്യം ഇനീഷ്യലി 0 ആണ്, സീറോന്ന് പതുക്കെ ലോഡ് കൂടി 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 പി എന്നുള്ള വാല്യൂ വരെ എത്തി. ഓക്കെ, ലെറ്റ് ദ മാക്സിമം ലോഡ് ബി പി. ഓക്കെ, അപ്പൊ ലോഡ് പതിയെ ഇൻക്രീസ് ആയി ലീനിയർലി, നമ്മൾ ലീനിയർ ഇലാസ്റ്റിക് റീജിയൻ എടുക്കുന്നത്, അപ്പൊ പതിയെ ഇൻക്രീസ് ആയി റീച്ചസ് എ പോയിന്റ് പി. Okay, so when the load is P, let the deformation be delta. Okay, so when load is P, when load, okay, I think when load applied is 0, your deformation is equal to 0. Okay, now when applied load is P, load is equal to P, then let the deformation be delta. Okay, now ഇതിന്റെ in between ഞാൻ എടുക്കുകയാണ്. If suppose my deformation is, if the load applied is F, okay, let the deformation be some random x. എനിക്കറിയില്ല, at some distance x ൽ ഇപ്പൊ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പറയാം at some, ഇപ്പൊ ഞാൻ കൊടുത്ത ലോഡ് F എന്ന് പറഞ്ഞ ഒരു particular value which is less than P ആണെങ്കിൽ അതിന്റെ corresponding deformation let it be x. Okay, now for the sake of deriving, let us consider a very small section dx. Okay, very small section dx. Now, so for this condition, see, strain energy എന്ന് പറയുന്നത് it is the area of this work. ഇപ്പൊ നമുക്ക് strain energy is actually the work done അല്ലെ? നമ്മളിവിടെ കൊടുക്കുന്ന വർക്കാണ് ആക്ച്വലി അതിൽ സ്റ്റോർ ചെയ്യുന്നത്, സ്ട്രെയിൻ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്ന വർക്ക് എന്താ? നമുക്ക് വർക്ക് ഡൺ, നമുക്ക് ബേസിക്കലി നമുക്ക് ഏറ്റവും ഫണ്ടമെന്റൽ ഇക്വേഷൻ എന്താ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് മൂവ്ഡ് ആണ് അല്ലെ? ഇതാണ് ഏറ്റവും ബേസിക് ഫണ്ടമെന്റൽ ഇക്വേഷൻ. ഈ വർക്ക് ചെയ്തത് എന്ത് സംഭവിക്കുന്നത്? ഈ വർക്ക് ചെയ്തതാണ് ഇതിന്റെ അകത്ത് സ്ട്രെയിൻ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. Okay, so work done is actually stored as your internal strain energy. Okay, so that means your strain energy is equal to the work done to produce the deformation. Is equal to the work done to produce the deformation. ശരിയല്ല?
Right. Therefore, the strain energy U is equal to work done to produce a deformation or integral 0 to delta. Okay, 0 to delta F into dx. Work done on force into distance moved on. F into dx. In general, here a portion okay. And here area on the concept then f dx will give you the work done. ഇവിടെ ഉണ്ടായ ചെറിയ distance moved force apply ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ചെറിയ dx എന്ന് പറഞ്ഞാൽ if the distance moved is dx, then the total strain is equal to f into dx. Total strain കിട്ടണമെങ്കിൽ എന്ത് വേണം? You have to integrate it from 0 to delta. Okay. So for u is equal to എനിക്ക് പറയാം integral 0 to delta f dx. Okay, നമുക്ക് next page ലേക്ക് പോകാം. Here strain energy u is equal to integral 0 to delta f into dx. Right. Now, so what we have, so when your load is P, load P apply the summit, your deformation is delta. When the applied load is F, your deformation is X. So that means, which implies F by X, the ratio of F by X is equal to ratio of P by delta. Or your F is equal to P by delta into X on. Right. Now let this be my second equation, let this be my first equation. Substituting 2 in 1, your strain energy U will be equal to integral 0 to delta P by delta into X dx. Okay. Upon solving this, I get P by delta into X square by 2 integral 0 to delta, or that is equal to 1 by 2 P delta. Okay, therefore your strain energy U is equal to 1 by 2 into P into delta. Okay, so that completes the derivation for strain energy. Okay, above a bar which is subjected to a load P, the strain energy stored is given by the equation half P delta. In which it is actually the area of this region. Half P delta. P delta is a rectangular region. 1 by 2 into half delta area of this triangle. Okay. So the strain energy stored is actually the area of the triangle. Okay, area of the triangle will give you the strain energy stored. Okay, here derivation important. This is very important point. Okay, clear or no? Concept clear or no? Clear or no? Confused or no? Concept clear or no? Yes. Wait. Yes. Okay. Okay. Right. So the derivation important. Take a screenshot. Note it. Okay. Even though right. Okay. The strain energy produced U is equal to half into it is equal to cos into effect. Right. Okay, പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കേസ് ഇതാണ്. Okay, half into strain energy is equal to half into cos into effect. Right. Cos എന്താണ്? ഇവിടെ strain energy ഉണ്ടാക്കുന്ന cos എന്താ? ഇവിടെ കൊടുക്കുന്ന force ആണ് ഇവിടുത്തെ cos. Effect എന്താണ്? ഇവിടുത്തെ deformation delta ആണ്. അല്ലേ? So that means the total strain energy stored is equal to 1 by 2 cos. Cos is nothing but P. Effect is nothing but your delta. Okay. So for your strain energy used, strain energy stored in the body is equal to half into P into delta. Right. First result when a bar is subjected to an axial load P, and if the deformation is delta, then the total strain energy stored is equal to half into cos into effect, which is half P delta. This is our first relationship for strain energy. Okay. Now, if suppose extend that means strain energy. If there are multiple number of loads are acting. Okay, so as a next heading, strain energy due to concentrated loads. Okay, same case, concentrated multiple loads. Okay, so if suppose an object is subjected to multiple loads
P1, P2, P3 and all at different points 1, 2 and 3, then the total strain energy U is nothing but U is equal to 1 by 2 into P1 delta 1 plus 1 by 2 P2 delta 2 plus 1 by 2 P3 delta 3, or U is equal to half common ആയിട്ട് എടുക്കാം P1 delta 1 plus P2 delta 2 plus P3 delta 3. Okay, so ഓരോ individual deformation അറിയാമെങ്കിൽ you can find the total strain energy that is stored in the body. Okay, so this is it. ഇതാണ് ബേസിക് കാര്യം റിലേറ്റഡ് ടു ദ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു പോയിന്റ് ലോഡ് ഓർ കോൺസെൻട്രേറ്റഡ് ലോഡ്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒന്ന് ഈ ഈ ഡെറിവേഷൻ ആണ്. ഈ ഡെറിവേഷൻ ചോദിക്കാം. ഓക്കെ, പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് derive the strain energy equation for ലോഡ്, കോൺസ്റ്റന്റ് ലോഡ് ചോദിക്കും, മൊമെന്റ് ചോദിക്കും, ടോർക്ക് ചോദിക്കും. ഓക്കെ, എല്ലാം സെയിം ആണ്. ഒന്നിന്റെ ഡെറിവേഷൻ ആകുമ്പോൾ അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ കേസും വരുന്നത്. നമുക്ക് സെക്കൻഡ് കേസിലേക്ക് പോവാം. It is strain energy due to moment. Okay, strain energy strain energy due to moment. Okay. Now, for this, let us consider a cantilever beam. Okay, so consider a cantilever beam subjected to a constant moment. Subjected to a constant moment. Okay, so let us consider a cantilever beam. Consider this be your cantilever beam. Okay, and let this be subjected to a constant moment. Okay, this will be subject to a constant moment. Now, after the application of moment, the final deformation, let this be the final deformation. Okay. Okay, after application of moment, let this be the final deformation. Okay. അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റ് കൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന സ്ലോപ്പ്, let the slope be, the slope എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ടാൻജന്റ് പ്ലോട്ട് ചെയ്താൽ മതി. Let the slope be theta. Fine. Okay, then now when your moment m was equal to 0, the deflection of the curve the slope was equal to 0. അല്ലെ, മൊമെന്റ് 0 ആവുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മൊമെന്റേ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല. അങ്ങനെ ആകുമ്പോൾ എന്താ, കറക്റ്റ് സ്ട്രേറ്റ് ആയിരിക്കുന്ന പൊസിഷൻ ആണ്. ഇവിടെ ഞാനൊരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ സ്ലോപ്പ് is equal to 0. Right. Now similarly when my moment was is equal to m, okay, moment value is equal to m എന്ന് പറഞ്ഞ മൊമെന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് my slope is equal to theta. Okay. Now similarly ഞാൻ പറയാണ്, in between ഒരു പോയിന്റ് ഞാൻ സെലക്ട് ചെയ്യാണ്. When my moment was is equal to some mr, okay, എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ എളുപ്പത്തിന് ഞാൻ ഒരു mr എടുക്കുകയാണ്. My slope was is equal to some alpha. Okay, so in between ഞാൻ ഒരു റേഞ്ച് എടുക്കുകയാണ് which is alpha. Okay, ഇതിനെ ഞാൻ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ, since it is within the elastic limit, എനിക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം for a load deformation curve അല്ലെങ്കിൽ moment deformation curve. So moment along the y axis and theta along the, or slope along the x axis. Okay, now in this condition നമുക്കറിയാം മൊമെന്റ് പതുക്കെ കൂടി വരും, അതിനനുസരിച്ച് ലീനിയർലി സ്ലോപ്പും വാരിയിങ് ആയിട്ട് കിട്ടും. Right, ഇതാണ് കണ്ടീഷൻ. Right, so when my moment was is equal to 0 and the slope value 0 ആയിരുന്നു. Right, now when moment was is equal to m, my slope value was is equal to theta. Okay, അടുത്ത കേസ് വന്നത് when my moment value was mr, my slope value was alpha. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് let us consider a very small section of thickness d alpha. Okay, അങ്ങനെയാണെങ്കിൽ strain energy acting on d alpha is nothing but the work done
on d alpha, right? So strain energy acting എന്താ പറയാ, there is nothing but mr into d alpha അല്ലെ. സ്ട്രെയിൻ എനർജി ആക്ടിംഗ് ഓൺ ഈ ചെറിയ സെക്ഷൻ ആണ് എടുക്കുന്നത്. ഈ ചെറിയ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ mr മൊമെന്റ് ഇൻടു d alpha ആണ്. Area of the ചെറിയ triangular section, right? Therefore the total strain energy, okay, therefore the total strain energy is equal to എന്തായിരിക്കും, integral 0 to m അല്ലെ. ത്രൂ ഔട്ട് എനിക്ക് ഫുള്ള് കിട്ടണം. ഇന്റഗ്രൽ 0 to m r d alpha എന്ന് കിട്ടും, റൈറ്റ്. ഇത് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം, റിലേഷൻഷിപ്പ് കിട്ടണം. ഇൻ ടേംസ് ഓഫ് ആൽഫ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി എടുക്കണം, റൈറ്റ്. നമുക്കറിയാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെൻ ഈ ഒരു കേസ് എടുക്കാം. Your m by theta is equal to mr by alpha, or your mr is equal to m alpha by theta. Okay, so substituting this value over here, it is equal to integral 0 to m alpha by theta into d alpha, or which is equal to m by theta into integral 0 to m alpha d alpha. Sorry, 0 to m alla, 0 to theta. Okay, 0 to theta. Right. So this is equal to m by theta into alpha square by 2, 0 to theta. Okay. Or this is equal to solving the 1 by 2 into m into theta. So this is your total strain energy stored. So same relationship, same derivation. Strain energy stored is equal to area of this bottom portion, half into m into r, m into theta എടുക്കുകയാണെങ്കിൽ എനിക്ക് മൊത്തം റെക്ടാംഗിൾ ഏരിയ ആണ് കിട്ടുക. അപ്പോൾ ഹാഫ് എടുക്കുന്ന സമയത്ത് എന്തായി, area of this bottom portion. Okay, so your total strain energy stored due to a constant moment acting on a cantilever is actually given by u is equal to m into theta. Right, clear or no? Yes sir. Right. Okay, right. ഇതിന്റെ പ്രൊസീജിയർ ഇത്രേ ഉള്ളൂ. അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആവും. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള സാധനമല്ല. Right. Okay. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആപ്ലിക്കബിൾ ആണ്. ഹിയർ ദ സ്ട്രെയിൻ എനർജി പ്രൊഡ്യൂസ്ഡ് എന്താണ്, ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു തീറ്റ ആണ് അല്ലെ. എം എന്ന് പറയുന്നത് ഇവിടുത്തെ കോസ് ആണ്, റൈറ്റ്. ഇവിടെ തീറ്റ എന്ന കാര്യം ഇവിടെ കോസ് ചെയ്യുന്ന സാധനമാണ് എം. ഓക്കെ, മൊമെന്റ്. ഓക്കെ, മൊമെന്റ് ഇസ് കോസിങ് തീറ്റ. സോ ദിസ് ഈസ് യുവർ കോസ്, ദിസ് ഈസ് യുവർ എഫക്ട്. Okay, so your total strain energy is equal to half into cos into effect. Fine, right. Now similarly, okay, strain energy due to torque in the condition kuda nokam. Right. So similarly, strain energy due to torque, same procedure ആയിട്ട് വരും. Strain energy due to torque. Okay, so let us consider same case. Let us consider a cantilever beam which is subjected to a torque T. Okay, torque T കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന triangular deformation B theta. Okay, so അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വെക്കാം. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യുന്ന സമയത്ത് let this be y axis be torque, and along the y axis it will be angular deformation. Okay, angular deformation. Okay, so when ഈ ഒരു കേസിൽ പറയാം, when torque T was equal to 0, my angular deformation is equal to will be equal to 0. Right. Now similarly, when T becomes T, capital T, your angular deformation will become theta. Okay. Similarly, okay, in between point when T was equal to TR, my angular deformation was equal to alpha. Okay, so same case हम कोई graphical representation കൊടുക്കാം. When T was equal to 0, when torque was equal to T, my deformation is theta. When it is equal to some TR, my deformation is alpha. ഇതേപോലെ തന്നെ ഒരു D alpha എന്നുള്ളൊരു
സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ ആകുമ്പോൾ യുവർ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ്. ഓക്കെ, ഞാൻ ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പ് അതില്ല. സ്ട്രെയിൻ എനർജി സ്റ്റോർഡ്, ടോട്ടൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു തീറ്റ ഇന്റഗ്രൽ 0 ടു തീറ്റ അല്ലെ, ഇവിടെ തൊട്ട് ഇവിടെ വരാം. ഇന്റഗ്രൽ 0 ടു തീറ്റ എന്ത് വരും, ടി ഇൻറ്റു ഡി ആൽഫ എന്ന് കിട്ടും അല്ലെ. സോ ടി ആർ ഇൻറ്റു ഡി ആൽഫ. ഓക്കെ, അതേപോലെ നമുക്ക് മറ്റേ റിലേഷൻ എടുക്കാം. ടി ബൈ തീറ്റ ഇസ് ഈക്വൽ ടു ടി ആർ ബൈ ആൽഫ ഓർ ടി ആർ ഇസ് ഈക്വൽ ടു ടി ബൈ തീറ്റ ഇൻറ്റു ആൽഫ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു തീറ്റ ടി ബൈ തീറ്റ ഇൻറ്റു alpha into d alpha, or that is equal to t by theta into alpha square by 2 integral 0 to theta. On reducing that one, you will get it as half into t theta. Okay, therefore this area of this triangular region will give you the total strain energy which is stored. Okay, half into t into theta. Okay, which is nothing but half into cos into effects. Okay, so the total strain energy stored due to the torque is given by half into t into theta. Okay, so that's it. ഇതാണ് 3 ഡിഫറെന്റ് കേസസ്. നമുക്ക് ഈ 3 ഡിഫറെന്റ് കേസസ് ആണ് നോക്കാനുള്ളത്. അപ്പൊ ഈ 3ന്റെയും ഡെറിവേഷൻ ആണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത്രയും സ്റ്റെപ്പ് ഉള്ളൂ. ഓക്കെ, ആകെ 2-3 സ്റ്റെപ്പ് അങ്ങനെ ഉള്ളൂ. അതും എല്ലാ കേസിലും സെയിം തന്നെയാണ്, ആകെ നൊട്ടേഷൻ മാറുന്നത് മാത്രമേ ഉള്ളൂ. ഹാഫ് ഇൻറ്റു കോസിന്റെ എഫക്ട്, ഫൈനൽ റിലേഷൻഷിപ്പ് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ഹാഫ് ഇൻറ്റു കോസിന്റെ എഫക്ട് ആണ്, അത് അങ്ങനെ തന്നെ കിട്ടും. ത്രൂ ഔട്ട് അതേ കേസ് തന്നെ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ആറാമത്തെ കവർ ഉണ്ട്, അതിൽ നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് ഈ ലാസ്റ്റ് ഇതിന്റെ ഒരു പോർഷൻ ഇത് അഡ്വാൻസിൽ വരുന്ന ടോപ്പിക് ആണ്, ബട്ട് സ്റ്റിൽ ഇത് കുറെ കൂടെ എളുപ്പമാണ്. ഓക്കെ, ചോദിക്കാറ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കേസിലും ഇതേ സാധനം ചോദിച്ചിട്ടില്ല. 3 ഡിഫറെന്റ് കേസിൽ പറയാൻ വേണ്ടി പറഞ്ഞു. ഫോർ 8 മാർക്കോ 10 മാർക്കോ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഈ 3 സാധനങ്ങൾ 3 ഡെറിവേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ തരാം. ഇതിന്റെ നോട്ട് ഞാൻ സെപ്പറേറ്റ് തരും. സോ റൈറ്റ്, നമുക്ക് അറ്റൻഡൻസ് എല്ലാവരും ഇല്ലേ? ഓക്കെ, എല്ലാവരും ഇല്ലേ? ആരും മിസ്സിംഗ് ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. അതുപോലെ നിങ്ങളുടെ അസൈൻമെന്റ് ചെക്ക് ചെയ്യാം. വേറെ തന്നിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഇന്ന് തന്നെ ചെക്ക് ചെയ്യാം. ഓക്കെ, വെച്ചവർക്ക് എല്ലാവർക്കും ഫുൾ മാർക്കും ഉണ്ട്, വെക്കാത്തവർക്ക് എല്ലാവർക്കും 0 മാർക്കുമാണ് ഉള്ളത്. ഓക്കെ, ശരി.